In mobile communication, new topics are satellite capacity allocation, frequency division, and satellite capacity allocation, time division. What is satellite capacity allocation? ഒരു സിംഗിൾ ജിയോ സാറ്റലൈറ്റിന് ഒരു ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ലാർജർ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഈ ബാൻഡ് വിഡ്ത്തിനെ സ്മോളർ ബാൻഡ് വിഡ്ത്ത് ആക്കി ഡിവൈഡ് ചെയ്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഓരോ ചാനൽസിനും വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ടി വി ബ്രോഡ്കാസ്റ്റിംഗ് പോലുള്ള അപ്ലിക്കേഷൻസിലാണെങ്കിൽ എൻ്റയർ ചാനൽസും ആ ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവിടെ 2-വേ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. എർത്ത് സ്റ്റേഷനിൽ നിന്നും സാറ്റലൈറ്റിലേക്ക് ടി വി സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സാറ്റലൈറ്റ് ഈ സിഗ്നൽസിനെ റിസീവിങ് എർത്ത് സ്റ്റേഷനിലേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, സോ എൻ്റയർ ചാനൽസും ഒരു സിംഗിൾ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ബട്ട് നോർമൽ കേസിൽ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ചാനൽസിനെ എർത്ത് സ്റ്റേഷൻസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും യൂസ് ചെയ്യുക. ഓരോ എർത്ത് സ്റ്റേഷനും ഓരോ ചാനൽസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. അറ്റ് എ ടൈം ഒരു എർത്ത് സ്റ്റേഷനിലായിരിക്കും ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഈ ചാനൽസ് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൈ മൾട്ടിപ്ലെക്സിങ്. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് സാറ്റലൈറ്റ് ആയിരിക്കും. സാറ്റലൈറ്റിലെ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും കപ്പാസിറ്റി അലോക്കേഷൻ ഡിസൈഡ് ചെയ്യുക. ബട്ട് ഇൻ സം കേസസ് എർത്ത് സ്റ്റേഷൻസും സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, there are 3 categories of satellite capacity allocation. First one, using frequency division multiple axis. Second one, using time division multiple axis. And third one, using code division multiple axis. എന്താണ് FDMA, TDMA എന്നുള്ളതെല്ലാം കഴിഞ്ഞ മൊഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റി എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, satellite capacity allocation using time division multiple axis. ഓക്കെ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചപ്പോൾ TDMA ടെക്നിക്സ് എന്തായിരുന്നു? ഓരോ യൂസേഴ്സിനും ഓരോ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യും. ആ ടൈം സ്ലോട്ടിലായിരിക്കും യൂസർ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഒരു സിസ്റ്റത്തിൽ N യൂസേഴ്സ് ഉണ്ടെങ്കിൽ N യൂസേഴ്സിൻ്റെയും ഡാറ്റാസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രെയിം ഫോർമാറ്റിലായിരിക്കും. ഒരു സിംഗിൾ ഫ്രെയിമിലായിരിക്കും എല്ലാ യൂസേഴ്സിൻ്റെയും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെയാണ് സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷനിലും യൂസ് ചെയ്യുന്നത്. അവിടെ യൂസർ ആയിരുന്നെങ്കിൽ ഇവിടെ എർത്ത് സ്റ്റേഷൻസ് ആണ്. യൂസർ ടു ബേസ് സ്റ്റേഷനിലേക്കാണ് ട്രാൻസ്മിഷൻ എങ്കിൽ സാറ്റലൈറ്റിൻ്റെ കേസിൽ എർത്ത് സ്റ്റേഷൻ ടു സാറ്റലൈറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ യൂസിങ് TDMA എങ്ങനെയാണെന്ന് നോക്കാം. Transmission is in the form of repetitive sequence of frames, each of which is divided into a number of time slot. Each slot position across the sequence of frame is dedicated to a particular transmitter. Frame period ranges from 100 millisecond to over 2 millisecond, and it consists of from 3 to over 100 slots. ഒരു ഫ്രെയിമിൽ 3 to 100 സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഫ്രെയിമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഫ്രെയിം പീരീഡ് എന്ന് പറയുന്നത് 100 millisecond to 2 millisecond ആണ്. ആൻഡ് ഇറ്റ്സ് ഡാറ്റ റേറ്റ്സ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ റേറ്റ്സ് എന്ന് പറയുന്നത് 10 to 100 megabits per second. ഒരു സെക്കൻഡിൽ അത്രയും ഡാറ്റ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ റീസൺ ഫോർ ഇൻക്രീസിംഗ്ലി വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് TDMA ടെക്നിക്സ് ഇൻക്ലൂഡ് കോമൺലി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ ടെക്നിക്സ് യൂസിങ് FDMA ആൻഡ് TDMA ആണ്. ഓക്കെ, ബട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓക്കെ, അതിൻ്റെ മെയിൻ റീസൺ ദ കണ്ടിന്യൂയിങ് ഡ്രോപ്പ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ കമ്പോണൻറ്റ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ എർത്ത് സ്റ്റേഷനും സാറ്റലൈറ്റും തമ്മിൽ ചാനൽസ് കണ്ടിന്യൂ ചെയ്യണം. സോ എർത്ത് സ്റ്റേഷൻസിലെയും
സാറ്റലൈറ്റിലെയും കമ്പോണൻസ് എല്ലാം ആ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന അത്രയും ടൈം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ബട്ട് TDMAയിലെ ടെക്നിക്സ് എങ്ങനെയാണ്? ഓരോ യൂസേഴ്സ് അല്ല, ഓരോ എർത്ത് സ്റ്റേഷനും ഓരോ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്യണം. ആ ടൈം സ്ലോട്ടിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി എൻറ്റയർ ബാൻഡ് വിഡ്ത്തും ആ ടൈം സ്ലോട്ടിൽ ആ എർത്ത് സ്റ്റേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ ഡാറ്റ റേറ്റിൽ അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് ടൈം സ്ലോട്ടിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ അല്ല. ഇപ്പോൾ അവിടെ ഉണ്ടാവുന്ന ടൈം ഡിലേ, ഒരു ട്രാൻസ്മിഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് അതിൻ്റെ ടേൺ വരെയുള്ള ഒരു ട്രാൻസ്മിഷൻ ഡിലേ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിലേ ആണ്. അതൊരിക്കലും ആ ട്രാൻസ്മിഷനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് TDMA ടെക്നിക്സ് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ കണ്ടിന്യൂയിങ് ഡ്രോപ്പ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഡിജിറ്റൽ കമ്പോണൻറ്റ്. ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ ടെക്നിക്സ് ഇൻക്ലൂഡിങ് ദ യൂസ് ഓഫ് എറർ കറക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് TDM ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഇന്റർമോഡുലേഷൻ നോയ്സ്. ഒരു ടൈം സ്ലോട്ടിൽ എൻറ്റയർ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അവിടെ ഇന്റർമോഡുലേഷൻ നോയ്സ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ലെസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ TDMA ഫ്രെയിം ഫോർമാറ്റ്. ഒരു സിംഗിൾ ഫ്രെയിം പീരീഡാണ് ഈ ഫിഗറിലുള്ളത്. ഓക്കെ, ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിങ് റെഫറൻസ് ബേസ്റ്റ് ആയിരിക്കും. കരിയർ ആൻഡ് ബിറ്റ് ടൈമിംഗ് റിക്കവറി ആൻഡ് കോർഡിനേഷൻ ഡാറ്റാസ് ആയിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫ്രെയിമിൻ്റെ സ്റ്റാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ടൈം സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ n ടൈം സ്ലോട്ട്സ് ഉണ്ട്. ഓരോ ടൈം സ്ലോട്ടിലും ഓരോ സ്റ്റേഷൻസിലെ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റേഷൻ 2ൽ സ്റ്റേഷൻ ഡാറ്റ ബേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ടൈം സ്ലോട്ടിൻ്റെ ഫസ്റ്റ് പോർഷൻ പ്രീആമ്പിൾ ആണ്. അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് പ്രീആമ്പിളിൽ 4 ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കരിയർ ആൻഡ് ബിറ്റ് ടൈമിംഗ് റിക്കവറി, യുണീക്ക് വേർഡ്, സ്റ്റേഷൻ ഐഡൻറ്റിഫിക്കേഷൻ മീൻ സ്റ്റേഷൻ 2 ഏത് അഡ്രസ്സിലേക്കാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേഷനിലേക്കാണ് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും സ്റ്റേഷൻ ഐഡൻറ്റിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് കൺട്രോൾ റിക്വസ്റ്റ്. ഓക്കെ, ഇതാണ് പ്രിയാമ്പിളിനെ ഫോളോ ചെയ്തുകൊണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ഗാർഡ് ടൈം ഉണ്ട്. 2 ടൈം സ്ലോട്ട് തമ്മിൽ ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് ടൈം. ഫ്രെയിം begin with 2 reference bursts to define the beginning of the frame. Each reference burst begin with a carrier and bit timing recovery pattern, which is a unique pattern that allows all stations to synchronize to a master clock. Each of n station is assigned one or more slot in the frame. The station uses an assigned slot to transmit a burst of data consisting of a preamble and user information. The preamble contains control and timing information plus the identification of the destination station. Okay, the individual bursts are separated by guard time to ensure that there is no overlap. സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ യൂസിങ് TDMA എപ്പോഴും എസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മസ്റ്റായിട്ടും TDMA ഓപ്പറേഷൻ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞ TDMA ഓപ്പറേഷൻസ് എങ്ങനെയാണ് സ്റ്റേഷൻ ആൻഡ് സാറ്റലൈറ്റ് ഡ്രോ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഓക്കെ, എങ്ങനെയാന്ന് നോക്കാം. 3 സ്റ്റേഷൻസ് ഉണ്ട്. സ്റ്റേഷൻ 1, 2, 3 ആൻഡ് ഒരു സിംഗിൾ സാറ്റലൈറ്റ് ഉണ്ടാവും. അപ്ലിങ്ക് ഓപ്പറേഷൻസ് എങ്ങനെയാന്ന് നോക്കാം. അപ്ലിങ്ക് ഓപ്പറേഷൻ മീൻ സ്റ്റേഷനിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സിംഗിൾ ഏരിയയിലാണ് ഈ 3 സ്റ്റേഷൻസും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
സോ സ്റ്റേഷൻ 1-ന് സ്റ്റേഷൻ 2 and 3-ലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഫസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റേഷൻ 1 ആണ്. ഓക്കെ, സ്റ്റേഷൻ 2-ലേക്കും സ്റ്റേഷൻ 3-ലേക്കും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സെയിം ടൈമിൽ സ്റ്റേഷൻ 2-ഉം സ്റ്റേഷൻ 3-യും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് ടൈം സ്ലോട്ട് സ്റ്റേഷൻ 1-ന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഓവർലാപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ ഗാർഡ് ടൈം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേഷൻ 2 ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ടു സ്റ്റേഷൻ 1 and 3-ലേക്ക്. ഓക്കെ, ആ സെയിം ടൈം സ്റ്റേഷൻ 1 and സ്റ്റേഷൻ 3 ഡാറ്റാസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. സോ ടൈം സ്ലോട്ട് 2 സ്റ്റേഷൻ 2-ന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഒരു ഗാർഡ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സ്റ്റേഷൻ 3 ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റേഷൻ 1 and 2-ലേക്കാണ്. ഓക്കെ, സോ സ്റ്റേഷൻ 1, 2, 3 3 ടൈം സ്ലോട്ട് ഉണ്ട്. ഈ 3 ടൈം സ്ലോട്ടിലും ഡാറ്റാസ് ഓരോ സ്റ്റേഷൻസും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഫ്രെയിമിൽ സ്റ്റേഷൻ 1, സ്റ്റേഷൻ 2 and സ്റ്റേഷൻ 3-ക്കുള്ള ടൈം സ്ലോട്ട് ഉണ്ട്. ആ ടൈം സ്ലോട്ടിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫ്രെയിമിൽ സ്റ്റേഷൻ 1-ൽ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് അപ്ലിങ്ക് ഓപ്പറേഷൻ. ഓക്കെ, ദെൻ ഡൗൺലിങ്ക് ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ TDMA സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റേഷൻസ് സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെയല്ല, സാറ്റലൈറ്റ് സ്റ്റേഷൻസിലേക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ സ്റ്റേഷൻസും അതിലേക്കുള്ള ഡാറ്റാസിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ ഫ്രം സ്റ്റേഷൻ 1-ൽ നിന്നുള്ള ഡാറ്റാസ് ആണ് ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ട്രാൻസ്മിറ്റ് ടു സ്റ്റേഷൻ 2 and 3. സ്റ്റേഷൻ 2 and 3-ലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഫ്രം സ്റ്റേഷൻ 2. ഓക്കെ, സ്റ്റേഷൻ 2 ആണ് രണ്ടാമത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടു 1 and 3. ആ ഡാറ്റാസ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റേഷൻ 3 സെൻഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ സാറ്റലൈറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആൻഡ് ഫോർത്ത് ടൈം സ്ലോട്ടിൽ സ്റ്റേഷൻ 1 ആണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലാസ്റ്റ് ടൈം സ്റ്റേഷൻ 1-ലേക്കുള്ള ഡാറ്റാസ് അത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സാറ്റലൈറ്റ് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് TDMAയിലെ അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക് ഓപ്പറേഷൻസ്. ഓക്കെ, TDMA operation. Individual earth stations take turns using the uplink channel and may put a burst of data in the assigned time slot. The satellite repeats all incoming transmission which are broadcasted to all stations. Thus, all stations must know not only which time slot to use for transmission but also which ടൈം സ്ലോട്ട് ടു യൂസ് ഫോർ റിസപ്ഷൻ. ഓക്കെ, ഓരോ സ്റ്റേഷനും ടൈം സ്ലോട്ടിനെ കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കണം. എപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യണം, അതേപോലെ ഏത് ടൈമിൽ റിസീവ് ചെയ്യണം എന്നുള്ളത് എല്ലാ സ്റ്റേഷൻസിനും നോളേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ദ സാറ്റലൈറ്റ് ഓൾസോ റിപ്പീറ്റ് ദ റെഫറൻസ് ബേസ്റ്റ് ആൻഡ് ഓൾ സ്റ്റേഷൻ സിഗ്നലൈസ് ഓൺ ദ റിസീപ്ഷൻ ഓഫ് ദാറ്റ് ബേസ്റ്റ്. ഈച്ച് ഓഫ് ദ റിപ്പീറ്റേറ്റീവ് ടൈം slot is a channel and is independent of the other channel. Hence, it can be used in any way that is required by the transmission station. For example, a form of switching can be achieved by including an address field in each time slot. In such cases, although the transmission slot is dedicated, a number of stations could read the data in each downlink slot looking for data addressed to them. ഡൗൺലിങ്ക് ഓപ്പറേഷൻസിൻ്റെ കേസിൽ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ടൈം സ്ലോട്ടിലും ഓരോ സ്റ്റേഷൻ്റെ ടൈം സ്ലോട്ടിലും ഏത് അഡ്രസ്സിലേക്കാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേഷനിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ള അഡ്രസ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അഡ്രസ്സ് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഡൗൺലിങ്ക് ഓപ്പറേഷൻസിൽ കറക്റ്റ്
സ്റ്റേഷനിൽ ആ സിഗ്നൽസ് റീച്ച് ചെയ്യുന്നത്. ഓക്കെ. Another technique is for transmitting earth station to divide its time slot into sub-slot so that multiple sub-channels of data can be sent in one TDMA channel. TDMA channel sub-slot അല്ലെങ്കിൽ multiple sub-channels ആക്കി ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ TDMA advantages. Compared to frequency division multiple access, വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്. ഓക്കെ. അതിൻ്റെ മെയിൻ റീസൺ, ഇപ്പോൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഒരു ലാർജർ ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും, അതിനെ സ്മോളർ ബാൻഡ് വിഡ്ത്ത് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ചാനൽസിനും സ്മോളർ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യും. ചാനൽസ് കൂടുന്നതിനനുസരിച്ച് ബാൻഡ് വിഡ്ത്തിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ. ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അതേപോലെ അത് മോഡുലേറ്റ് ചെയ്യേണ്ടി വരും. സോ മോഡുലേറ്റ് ചെയ്യുമ്പോൾ നോയ്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. TDMA ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ബാൻഡ് വിഡ്ത്തിൻ്റെയും അതുപോലെ നോയ്സ് പോലത്തുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കും. ഓക്കെ. അതുമാത്രമല്ല TDMAയിൽ യൂസ് ചെയ്യുന്ന ഗാർഡ് ടൈംസും കൺട്രോൾ ബിറ്റ്സ് എല്ലാം മോർ എഫിഷ്യൻറ്റ് ട്രാൻസ്മിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. Ordinary TDMA is more efficient than ordinary FDMA because the guard time and control bits of TDMA utilize less capacity than the guard band of FDMA. And SCPC, that means single channel per carrier, which is an FDMA techniques, drop in capacity of FDMA as the number of channels increase. TDMA ടെക്നിക്സിൻ്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിലൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിലെ നമ്പർ ഓഫ് ടൈം സ്ലോട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡ്രോപ്പ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഫ്രെയിം സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ സാറ്റലൈറ്റ് സ്വിച്ച് TDMA. ഒരു സിംഗിൾ ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള എർത്ത് സ്റ്റേഷൻസ് തമ്മിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമുള്ള എക്സാമ്പിളാണ് ഓർഡിനറി TDMA അല്ലെങ്കിൽ നോർമൽ TDMA ഓപ്പറേഷൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. ബട്ട് ഡിഫറെൻ്റ് ഏരിയസിലുള്ള സ്റ്റേഷൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ സാറ്റലൈറ്റ്സിൽ അഡീഷണൽ ആയിട്ട് ഒരു ബീമിൽ നിന്ന് മറ്റൊരു ബീമിലേക്ക് ടൈം സ്ലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. സാറ്റലൈറ്റ് സ്വിച്ച് TDMA ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക് ഓപ്പറേഷൻസ് ഉണ്ട്. 2 ഡിഫറെൻറ്റ് ഏരിയാസ്, ഏരിയ A ആൻഡ് ഏരിയ B. ഏരിയ Aയിൽ സ്റ്റേഷൻ 1 and 2 പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏരിയ Bയിൽ സ്റ്റേഷൻ 3 and 4 പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഓക്കെ. ഇവിടെ 3 ഡിഫറെൻറ്റ് പീരീഡ്സ് ഉണ്ട്. ഓരോ ടൈം പീരീഡിലും 2 ടൈം സ്ലോട്ട്, 2 സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ 2 ടൈം സ്ലോട്ട് ഉണ്ട്. ഓക്കെ. സോ പീരീഡ് 1 നോക്കാം. ടൈം പീരീഡ് 1ൽ സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2ലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ. ബട്ട് സെയിം ടൈമിൽ ഏരിയാസ് Bയിൽ നിന്നും സ്റ്റേഷൻ 4 ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ സെയിം പീരീഡിൽ തന്നെ ഡിഫറെൻ്റ് ഏരിയാസിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേഷൻസ് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ. ദെൻ സെക്കൻഡ് ടൈം സ്ലോട്ടിൽ സ്റ്റേഷൻ 2 സ്റ്റേഷൻ 1ലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റേഷൻ 3 സെയിം ടൈമിൽ തന്നെ സ്റ്റേഷൻ 4ലേക്കും ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നോർമൽ TDMA ഓപ്പറേഷൻസിലാണെങ്കിൽ ഒരു സ്റ്റേഷൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിമൈൻ സ്റ്റേഷൻസ് എല്ലാം അതിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ടൈം സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ. അറ്റ് എ ടൈം ഒരു സ്റ്റേഷൻ മാത്രമായിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. ഓക്കെ. ബട്ട് SS TDMA ഓപ്പറേഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള സ്റ്റേഷൻസിന് സെയിം ടൈമിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ. ബീംസിൻ്റെ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ് ഏരിയ 1 ആൻഡ് ഏരിയ Bയിൽ നിന്നുള്ള സിഗ്നൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. SS ഡൗൺലിങ്ക് ഓപ്പറേഷൻസിൽ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള സ്റ്റേഷൻസിന് സെയിം ടൈമിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അപ്ലിങ്കിൽ ഫസ്റ്റ് പീരീഡിൽ സ്റ്റേഷൻ 1 ആൻഡ് സ്റ്റേഷൻ 4
സ്റ്റേഷൻ 2 ആൻഡ് 3യിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ സാറ്റലൈറ്റും ഈ രണ്ട് സിഗ്നൽസും സ്റ്റേഷൻ 2 ആൻഡ് സ്റ്റേഷൻ 3യിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, പീരീഡ് 1 ഡാറ്റ ട്രാൻസ്മിഷൻ ഫ്രം സ്റ്റേഷൻ 1 to 2 സെയിം ടൈമിൽ തന്നെ ഏരിയ ബിയിൽ സിഗ്നൽ ഫ്രം സ്റ്റേഷൻ 3യിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇൻ സെയിം പീരീഡ് സെക്കൻഡ് സ്ലോട്ടിൽ സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2 സ്റ്റേഷൻ 1ലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ സ്റ്റേഷൻ 3 സ്റ്റേഷൻ 4ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേഷൻ 3 സ്റ്റേഷൻ 4ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് SS സ്വിച്ച്ഡ് സാറ്റലൈറ്റ് കപ്പാസിറ്റി അലോക്കേഷൻ യൂസിങ് TDMA ഓപ്പറേഷൻസ്. ഓക്കെ, as with ordinary TDMA, only one station at a time may transmit within an area. Thus, within area A, either station 1 or 2 may transmit in any given time slot. Similarly, either station 3 or station 4 may transmit in area B at only one time. Single area consider ചെയ്യുമ്പോൾ അറ്റ് എ ടൈം ഒരു സ്റ്റേഷനായിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏരിയ എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷൻ 1 ഓർ സ്റ്റേഷൻ 2 മാത്രമേ അറ്റ് എ ടൈം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഏരിയ ബി കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ് എ ടൈം സ്റ്റേഷൻ 3 ഓർ സ്റ്റേഷൻ 4 മാത്രമേ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, station from the two areas do not interfere either through the use of polarized signal or different frequencies. At the satellite, data that are received are immediately retransmitted on a download link frequency. To separate download beams are used. The satellite contains a switch for interconnecting input beam and output beam. Okay, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് വേണ്ടി 2 ഡിഫറെൻറ്റ് ബീംസ് യൂസ് ചെയ്യുന്നുണ്ട്. ദ കണക്ഷൻ ത്രൂ ദ സ്വിച്ച് മേ ചേഞ്ച് ഓവർ ടൈം. ഇൻ ദ ഫിഗർ, ഡൗൺലോഡ് ബീം എ റിപ്പീറ്റ് അപ്ലിങ്ക് beam A during period 1 and 3 and repeat uplink beam B during period 2. Thus, any station in any area can send data to any other station in any area. Okay. So, this is satellite capacity allocation using TDMA. So, normal TDMA use ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസും സാറ്റലൈറ്റ് സ്വിച്ച്ഡ് യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസും പഠിച്ചിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഫിഗർ എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.